നമ്മളെന്ത് നമ്പൂരി നമ്പൂരി ഒന്നാകാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്പൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലമ്പലത്തിനുള്ളിൽ തിരി കളിക്കേണ്ടതെന്ന് ആ ജോലിയൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ നാലമ്പലത്തിനുള്ളിൽ തിരി തെളിക്കുന്നവൻ നമ്പൂതിരി. തിരുമേനി തന്ത്രിയാൽ ഇരുത്തപ്പെട്ട ബിംബത്തിന്റെ അല്ലെങ്കിൽ രൂപത്തിന്റെ നടക്കിൽ ഇരുന്ന് മേൽവിലാസം വായിക്കുന്നവൻ തിരുമേനി. യേശു എന്നുള്ള പേരിന്റെ അർത്ഥം അറിയോ? അറിയില്ല. യേശു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനും മറിയത്തിലുണ്ടായ ദേവൻ. ആ മൂന്നക്ഷര യേശു. പരിശുദ്ധാത്മാവിന്റെ ശിവ, മറിയത്തിന്റെ ദേവന്റെ ആ ദീർഘപുണ്യ, അതാണ് യേശു. മനസ്സിലായോ? കുരിശിന്റെ അർത്ഥം അറിയോ? ഇല്ല. ഈശ്വരന്റെ കുഞ്ഞ് മരിച്ചടം, അതാണ് കുരിശ്. അത്ര അക്ഷരാണത്. ക്രിസ്തുവിന്റെ അർത്ഥം അറിയോ? ക്രിസ്തുവിന്റെ അർത്ഥം അറിയില്ല. ഔസേപ്പിന്റെ ഇണയിൽ ജെറുസലേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ടായവൻ, 6 അക്ഷരം. ഓക്കെ. ഇനി ബൈബിളിന്റെ അർത്ഥം അറിയോ? അതും അറിയില്ല. അതായത് ബൈബിൾ എന്ന് വെച്ചാൽ ദൈവപുത്രനായ ഈശോയെ ബലി നൽകിയ ചരിത്രം ഉൾക്കൊള്ളുന്ന ബുക്ക്. പള്ളിയുടെ അർത്ഥം അറിയില്ലല്ലോ? അറിയില്ല. പ്രാർത്ഥിക്കാനുള്ള ഇടം. ആണോ? ഏതാ സ്ഥലം? പേരെന്താ? എന്റെ ശുദ്ധാനന്ദ ഭുവന മുനി. മുനി ആശ്രമത്തിന്റെ ആള്, സന്യാസിമാരല്ല, താപസോലാണ്. ഞങ്ങൾക്ക് അക്ഷരജ്ഞാനമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഈ ഭൂമിയിലെ ഏത് ഗ്രന്ഥം എടുത്താലും അതിന്റെ അടുത്ത് എല്ലാവരുടെയും പേരിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല എല്ലാ അറിവും വേണം. എല്ലാം ഇപ്പൊ അച്ഛൻ, ആ വാക്കിന്റെ അർത്ഥം എന്താ? അകാരം സൃഷ്ടാവാണ്, ആയുടെ ഉച്ചാരണമാണ്. അപ്പോൾ അകാരം സൃഷ്ടാവിൽ നിന്ന് ജനിപ്പിക്കുക എന്നുള്ളതാണ് അച്ഛന്റെ ഒരു ഗുണം പറഞ്ഞത്. അപ്പം പരിപാലിച്ച വളർത്തിയവൻ. സ്വരൂപം എന്ന് പറഞ്ഞാൽ 2 ചായയില്ലേ? ഒന്ന് പരിപാലിച്ച, ഒന്ന് രൂപം. അപ്പോൾ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തിയ സ്വരൂപത്തിൽ വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഗുണം കണ്ടെത്തില്ല. അതുകൊണ്ട് അച്ചാച്ചാന്ന് വിളിക്കും. ഇനി അമ്മ എന്ന് വിളിക്കുമ്പോൾ 3 അക്ഷരമാണ്. അതായത് അകാര സൃഷ്ടാവാണ്. സൃഷ്ടാവിൽ നിന്ന് മകനെയോ മകളെയോ ജനിപ്പിച്ചു, അതാണ് അമ്മ. ഇനി അത് ഉമ്മ എന്ന് പറയുമ്പോൾ ഉദരത്തിൽ മകനെയോ മകളെ ജനിപ്പിച്ചു, വളർത്തി. ഇനി വാപ്പ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി. അപ്പോൾ ഓരോ വാക്കിന് ഈ അർത്ഥങ്ങൾ എത്തണം. ഇവര് നിസ്സാരം എന്ന് ചോദിക്കണം. കൊതുകിന്റെ അർത്ഥം അറിയോ? കോന്ന് വെച്ചാൽ കൊമ്പ്, അവസാനം കേന്ന് പറയും, അത് കയറ്റി. താന്ന് വെച്ചാൽ രക്തം. ഊറ്റാന്ന് പറയുമ്പോൾ അത് കൊമ്പ് കയറ്റിട്ട് രക്തം ഊറ്റുക, അതാണ് കൊതുക്. അത്രയും ഗുണമാണ് അതിനുള്ളത്. അപ്പൊ ശരി, വീണ്ടും നിൽക്കണം.